ഹായ്, നമസ്കാരം. എന്നോട് പല കസ്റ്റമേഴ്സും നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ധ്യാനെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഷെയറിൽ മാത്രം ഇട്ടാൽ മതിയോ, അതോ കുറച്ച് പൈസ സ്വർണ്ണത്തിൽ കൂടെ ഇടട്ടെ എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ ഇതിന് ലളിതമായിട്ടുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മുട്ടകളും കൊണ്ട് ഒറ്റ കൊട്ടയ്ക്കകത്ത് തന്നെ ഇടരുത്, ഒരിക്കലും ചെയ്യരുത്. കേട്ടിട്ടില്ലേ, പുട്ട് ഇറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ബാസ്ക്കറ്റ്സ് എന്നൊക്കെ. അതിന് തീർച്ചയായിട്ടും നിശ്ചിതമായ റീസൺസ് ഉണ്ട്. ആ പോയിൻ്റുകൾ നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും വേറെ ഒരു കാര്യമല്ല, നമ്മളുടെ റിസ്ക് വളരെ കുറവായിരിക്കും. കാരണം നമ്മളിപ്പോൾ കുറച്ച് എമൗണ്ട് നമ്മൾ ഷെയറിൽ നിക്ഷേപിക്കും, കുറച്ച് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കും, കുറച്ച് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരേ കണക്കായിരിക്കത്തില്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഷെയർ മാർക്കറ്റിൽ നമുക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ സ്വർണ്ണത്തിൽ ചിലപ്പോൾ ഇടിവ് വരാം, ചിലപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇടിവ് വരുമ്പോഴായിരിക്കും സ്വർണ്ണത്തിന് നേട്ടം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും. അത് തന്നെയാണ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മളുടെ ഫണ്ട് കുറച്ച് ഡെപ്റ്റ് ഫണ്ടിലോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ടിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാൻ നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ക്രിപ്റ്റോ ആണ്. ക്രിപ്റ്റോയിൽ നമ്മളുടെ ടോട്ടൽ ഫണ്ടിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ക്രിപ്റ്റോയിലും ഇൻവെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു ഹ്യൂജ് റിട്ടേൺസ് ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ടാക്സ്. കാരണം ഓരോ കാര്യത്തിലും ടാക്സ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടാക്സിൻ്റെ ലാഭം നമുക്ക് കിട്ടാൻ ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ നേട്ടം തന്നെ ഉണ്ടാക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രം 077.